നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ല ഏറെക്കാലമായ സ്വപ്നം കാണുന്ന ഒന്നാണ് ഇന്ധന പരിവേഷണം. കൊല്ലം തീരത്തെ ക്രൂഡ് ഓയിൽ പരിവേഷണ സാധ്യതകൾ പരിശോധിക്കുമെന്ന് സുരേഷ് ഗോപി തന്റെ മന്ത്രാലയത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. ഇന്ധന പരിവേഷണത്തിൽ കൊല്ലം ജില്ലയുടെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്റെ നാട് കൂടിയാണ് കൊല്ലം, അതുമായി ബന്ധപ്പെട്ട എല്ലാ അവസരവും വിനിയോഗിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. ഇന്ധനം ആവശ്യത്തിനുണ്ടെന്ന് കണ്ടെത്തിയാൽ കൊല്ലത്തിന്റെയും കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ഒരു അന്തർദേശീയ നഗരമായി കൊല്ലത്തെ മാറ്റാമെന്നായിരുന്നു ഇത്. കൊല്ലം തീരത്തെ ഇന്ധന പരിവേഷണം 2024 പകുതിയോടെ ആരംഭിക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ധന പരിവേഷണത്തിന്റെ അടുത്ത ഘട്ടമായി കൊല്ലം സമുദ്രമേഖലയിൽ കടത്തട്ട് തുറക്കൽ നടക്കും. ഇതിനായി നൈജീരിയയിൽ നിന്ന് എത്തേണ്ട ബ്രിട്ടീഷ് പരിവേഷണ കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിന്റെ എണ്ണക്കിണർ കുഴിക്കൽ സംവിധാനമുള്ള ബർജായ റിങ്ങിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ നടപടികൾ തുടങ്ങി. മാസങ്ങൾക്കകം റിങ് കൊല്ലത്തെത്തുമെന്നാണ് പ്രതീക്ഷ. 1287 കോടി രൂപയ്ക്കാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഡോൾഫിൻ ഡ്രില്ലുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളത്. തീരത്തു നിന്ന് 48 കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിന് പുറത്ത് 6 കിലോമീറ്റർ താഴ്ചയിലാണ് പരിവേഷണം. 3ലേറെ നിലകളിലായി ഒരുക്കുന്ന റിഗിൽ വിവിധ ഷിഫ്റ്റുകളിലായി 100ലേറെ ജീവനക്കാരുമുണ്ടാകും. കടലിൽ 80 മീറ്റർ താഴ്ചയിലാണ് പദ്ധതി ഭാഗത്ത് എണ്ണ പരിവേഷണ കിണർ തുറക്കുക. അടിത്തട്ടിൽ വിവിധ പാളികളായി കട്ടികൂടിയ ഭാഗം, മൃദുല ഭാഗം എന്നിങ്ങനെ വരുന്നതിനാൽ പ്രശ്നങ്ങളും ഏറെയാണ്. ക്രൂഡ് ഓയിലിന്റെ ഒഴുക്ക് കണ്ടെത്തുക എന്നതാണ് വെല്ലുവിളി. ഓരോ ഇഞ്ചും കുഴിക്കാനും വൻ പണച്ചിലവ് വരുമെന്നതിനാൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കർശന മേൽനോട്ടത്തിലാണ് കുഴിക്കുന്നത്. ലാഭകരമാണെങ്കിലേ പരിവേഷണം തുടരുകയുള്ളൂ. കൊല്ലം തീരം, കൊങ്കൺ തീരം, ആന്ധ്രയിലെ അമലാപുരം എന്നിവിടങ്ങളിലാണ് നിലവിൽ എണ്ണ ശേഖര സാധ്യത കണ്ടെത്തിയിട്ടുള്ളത്. കൊല്ലത്ത് കടലിൽ 30 ചതുരശ്ര കിലോമീറ്റർ ഭാഗത്താണ് എണ്ണ കണ്ടെത്താൻ ശ്രമം നടക്കുന്നത്. കൊല്ലത്തെ പ്രത്യേകത അനുസരിച്ച് 80 മീറ്റർ താഴ്ച വരെ നീളും കടൽത്തട്ടിന്റെ പ്രധാന ഭാഗമെത്താൻ. ഇത് കാരണം കപ്പൽ കാലുകൾ ഉറപ്പിച്ച് കിണർ കുഴിക്കുന്നതിന് പകരം ഫ്ലോട്ടിംഗ് രീതി ഉപയോഗിക്കാനാകൂ എന്ന് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനും ഗവേഷകനുമായ അമൽ ദേവ് കുമാർ പറഞ്ഞു. ഇന്ത്യയിൽ ബോംബെ ഹൈയിലാണ് എണ്ണ ഖനനം കുറച്ചെങ്കിലും ഫലപ്രദമായി നടക്കുന്നത്. നേരത്തെ ONGCയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ എണ്ണയ്ക്കായി പരിവേഷണം നടത്തിയെങ്കിലും പിന്നീട് ലാഭകരമല്ലെന്ന് കണ്ട് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളായി കൊല്ലത്തെ പെട്രോൾ സാന്നിധ്യത്തെക്കുറിച്ച് കേൾക്കുന്നുവെങ്കിലും പരിവേഷണം നടത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല. പരിവേഷണത്തിന് മാത്രം കോടികളുടെ ചെലവ് വരുമെന്നതായിരുന്നു കാരണം. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പരിവേഷണം നടത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. കൊല്ലം തീരത്ത് നിന്ന് 26 നോട്ടിക്കൽ മൈൽ അകലെയാണ് ക്രൂഡ് ഓയിൽ പരിവേഷണം നടത്തുക. ആഴക്കടലിൽ 18 ബ്ലോക്കുകളിലായി വൻ തോതിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പരിവേഷണം നടക്കുന്നതോടെ ഇതിൽ കൂടുതൽ വ്യക്തത വരും. 2020 കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പരിവേഷണം നടത്തിയിരുന്നു. ഇതിൽ ചില സാധ്യതകൾ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിവേഷണത്തിന് തയ്യാറെടുക്കുന്നത്. കേരള, കൊങ്കൺ മേഖല, ആന്ധ്രയിലെ അമലാപുരം എന്നിവിടങ്ങളിലെ എണ്ണ പ്രകൃതിവാതക പരിവേഷണത്തിനും ഉൽപാദനത്തിനുമുള്ള അനുമതി നേടിയത് ഒരു അസം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായിരുന്നു. $1787 കോടി കരാറാണ് UK കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. ജലനിരപ്പിൽ നിന്ന് 6000 മീറ്റർ വരെ ആഴത്തിലാണ് പരിവേഷണത്തിനായി കൂറ്റൻ കിണർ നിർമ്മിക്കുക. പരിവേഷണത്തിന് ആവശ്യമായ ഉപകരണങ്ങളും മറ്റും സൂക്ഷിക്കാൻ കൂറ്റൻ യാർഡുകൾ കൊല്ലം തീരത്ത് സ്ഥാപിക്കും. ഇതിനാവശ്യമായ കപ്പലുകൾ, ടഗുകൾ തുടങ്ങിയവയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും തീരത്ത് ക്രമീകരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.